കേരളം മൊത്തം ഗംഭീര ഓണം വൈബിലേക്ക് കടന്നിരിക്കുകയാണ്. നാളത്തെ തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുടെ തിരക്കിലാണ് മലയാളികൾ മുഴുവൻ. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഉത്രാടപ്പച്ചലിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. പുത്തൻ ഉടുപ്പും സദ്യക്കുള്ള വിഭവങ്ങളും വാങ്ങാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് മലയാളികൾ. ഓട്ടത്തിനൊപ്പം ഓടി നടന്ന് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ റിപ്പോർട്ടർമാരും തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് കിഴക്കേക്കോട്ടയിൽ നിന്ന് ദേവൻ MP, തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് ഹാൻസ് ജോൺ, കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ദിൽഷാ തിലകൻ, എറണാകുളം ബ്രോഡ്വേയിൽ നിന്ന് സഹിൻ ആന്റണി, തൃശൂർ വടക്കുന്നാഥന്റെ മുന്നിൽ നിന്ന് ലെവിൻ K. വിജയൻ. നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം തയ്യാറാണ്. ആദ്യം തിരുവനന്തപുരത്ത് ദേവൻ തയ്യാറാണ്. ദേവൻ, വലിയ ആവേശത്തിലാണ്. ഓണം ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. അവിടെ നിന്നുള്ള കാഴ്ചകൾ. വിജീഷിനി, ഓണത്തിലേക്ക് അടുക്കാനായിട്ട് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ തിരുവോണ ദിവസം സമൃദ്ധിയാക്കാനുള്ള, അല്ലെങ്കിൽ അത് ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ആഘോഷമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവസാന മണിക്കൂറുകളിൽ പൂർത്തിയാക്കാനായി ആളുകൾ ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള ആ ഇടനാഴിയിലാണ്. ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരം ചാല മാർക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ അരിയും പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ നമുക്ക് സുലഭമായി ലഭിക്കുമെങ്കിൽ ഈ ഒരു മേഖലയുടെ പ്രത്യേകത കൂടുതൽ തുണിത്തരങ്ങളും ഒപ്പം തന്നെ മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ ആൾക്കാർക്ക് ഈ കുറഞ്ഞ വിലയിൽ തന്നെ വാങ്ങാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് സ്ഥിരമായി ഓണസമയങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കുണ്ടാവാറുണ്ട്. അത് ഇത്തവണയും ഒരു വ്യത്യാസവുമില്ല. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അവസാന സമയത്തേക്ക് കടക്കുമ്പോൾ ഉത്രാട ദിവസം അവസാനിക്കാറാവുമ്പോഴത്തേക്കും അതിൻ്റെ തിരക്ക് കുറച്ചുകൂടി വരികയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒരുപക്ഷെ നടക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു തിരക്കിലേക്ക് ഇവിടെ മുഴുവൻ മാറും. ആളുകളെല്ലാവരും തന്നെ വ്യാപകമായി തന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്ത് നിന്ന് വാങ്ങാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇത്തരം ചില മേഖലകളിൽ പൊതുവെ ഒരു തിരക്ക് അധികമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീകളാണ് കൂടുതലും ഈ നിരത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ കൂടുതലും ഒരുക്കുന്നത് എപ്പോഴും വീടുകളിൽ അവരായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ട് നേരിട്ട് മാർക്കറ്റിലെത്തി വാങ്ങാനുള്ള ഒരു തിരക്കിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്ത്രീകൾ കൂടുതലായി ഇത്തരത്തിൽ ഈ നിരത്തുകളിലേക്ക് എത്തുന്നതും. ചേച്ചി, ഓണമൊക്കെ ആയി, എവിടെ വരെ ആയി ഓണത്തിന്റെ തിരക്കുകളൊക്കെ? പല രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. തുണിത്തരങ്ങളെല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ ഇവിടെ നിന്ന് ലഭ്യമാകും. അപ്പോൾ തന്നെ മറ്റ് സാധനങ്ങൾ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ആ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും സുലഭമായി വാങ്ങാൻ കഴിയുമെന്നുള്ളതൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അപേക്ഷിച്ച് ഈ ആളുകൾ കൂടുതലായി സാധനം വാങ്ങാൻ എത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി കടക്കാർ പറയുന്നുണ്ട്. അതും ഈ കച്ചവടക്കാർക്കും ഒരു തരത്തിൽ ഈ ഓണം സമയം എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ വ്യാപാരം നടക്കുന്ന ഒരു സമയം തന്നെ. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരും സാധനങ്ങളെല്ലാം തന്നെ കൂടുതലായി മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ട് ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളെല്ലാം എത്തിച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഈ ഒരു സീസൺ കൂടുതൽ നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ട്. ഓണത്തിന്റെ ഒരു തിരക്കിലേക്ക് ഓണത്തിന്റെ തിരക്കൊക്കെ ഇവിടം വരെയായി. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? 240 സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? സാധനം കൊടുക്കാൻ നിൽക്കുകയാണ്. നമ്മളെ കടയാണ് ഇത്. ആണല്ലേ? എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്രാവശ്യത്തെ ഓണക്കച്ചവടം നല്ല എല്ലാവർക്കും എല്ലാം ഉണ്ട്. കുഴപ്പമില്ല. കൂടുതലും സാധനങ്ങൾ ഏതൊക്കെയാണ് കൂടുതൽ പോവുക? കൂടുതലും ഇപ്പം വന്നിരിക്കുന്ന ലോട്ടസ് മാല, പിന്നെ റെയിൻ ഡ്രോപ്സിന്റെ വള, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പം കൂടുതലും കച്ചവടം. ഈ വർഷത്തെ പ്രത്യേക വെറൈറ്റി സാധനങ്ങൾ അതായിരുന്നു. ഇങ്ങനത്തെ ഇതേ മോഡൽ വളയാണ് ഭയങ്കര ഇഷ്ടം. ഈ വളയും മാലയും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് എത്തുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അവരും ഇത്തരത്തിൽ ഈ ചെറിയ കടകളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. അതിൻ്റെ അത് കച്ചവടം ചെയ്യുന്ന ആൾ തന്നെയാണ് പറഞ്ഞത് ഇത്തവണത്തെ പ്രത്യേകതകൾ എന്താണെന്നും ഏതൊക്കെ ഐറ്റങ്ങളാണ് പുതിയതായി ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഓണമൊക്കെ എവിടം വരെയായി? ഓണമൊക്കെ പലരും ആ ഒരു തിരക്കിൻ്റെ പുറത്ത് തന്നെ സംസാരിക്കാൻ തന്നെ അവർക്ക് കഴിയുന്നില്ല. ഇത്രയും വേഗം തന്നെ സാധനങ്ങളെല്ലാം വാങ്ങി ഈ തിരക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിലും അതനുസരിച്ചുള്ള ഒരു തിരക്ക് കൂടും. വാഹനങ്ങളുടെ ഒരു വലിയ നിര റോഡിൽ തന്നെ ഉണ്ടാകും. പിന്നീട് വീടുകളിലേക്ക് എത്താൻ തന്നെ വലിയ താമസമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തുക എന്നൊരു കാര്യം കൂടിയാണ് ഉള്ളത്. ചേട്ടാ, ഓണത്തിന്റെ പർച്ചേസൊക്കെ എവിടെ വരായി? ഏകദേശം പൂർത്തിയായി.